ഓ കിച്ചു കളിക്കാൻ പോയിട്ട് വീണു പോയില്ലേ? എവിടെയാ പൊട്ടിയേ? കാണിച്ചെന്ന്. എവിടെയാ വീണിട്ട് പൊട്ടിയേ? ദേവുന് അങ്ങനെ കളിക്കാൻ ആൾക്കാരെല്ലാം കിട്ടി. ഇതാ ബാഡ്മിൻ്റൺ കളിക്കാനുണ്ട് ഇവരിവിടുന്ന്. അപ്പോൾ പിന്നെ നമ്മളിവിടുന്ന് നേരെ മരടിലുള്ള മഹീന്ദ്ര സർവീസ് സെൻറ്ററിൽ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കോർഡിനേറ്റ് ഷോറൂമാണ് സർവീസ്. ഷോറൂം സർവീസുള്ള ഒരു സ്ഥലത്തായിരിക്കും അല്ലേ അത്? ഓക്കെ. കിട്ടിയത് അത് ഡിസ്കിൻ്റെ ബ്രേക്ക് ഇതായതാ. അങ്ങനെ നമ്മളിതാ മഹീന്ദ്രയിലെത്തി. എല്ലാം സൈഡ് ആക്കണം. പ്രോബ്ലം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പാട് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സിരീഷ് ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് സിറ്റിനെ പറയുള്ളൂ. നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മാറ്റിയിരിക്കുന്നത്. ഫ്രണ്ടിലെ 2 ഡിസ്കും പിന്നെ ബ്രേക്ക് പാഡും അതുമാണ് മാറ്റിയത്. അങ്ങനെ വണ്ടി കിട്ടിയിട്ട് ഇവിടെ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലേക്ക് ഇനി പോകണം. അതിനിടയ്ക്ക് ഡീസൽ ഓടി. അങ്ങനെ നമ്മൾ പാംഗ്രീവിലെ സ്റ്റേ കഴിഞ്ഞിട്ട് ഇന്ന് റിട്ടേൺ ചെയ്യുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. ഇതായിപ്പം കിച്ചുവിന് കളിക്കാൻ വേണ്ടിയിട്ട്. ഓ കിച്ചു കളിക്കാൻ പോയിട്ട് വീണു പോയില്ലേ? എവിടെയാ പൊട്ടിയേ? കാണിച്ചെന്ന്. എവിടെയാ വീണിട്ട് പൊട്ടിയേ? ഓ പൊട്ടിപ്പോയി. സാരില്ല, കുഴപ്പമില്ല, ഇനി പ്രശ്നമില്ല. വേദന കുറച്ച് കഴിയുമ്പം പോകും കേട്ടാ. ഇതാ ദേവുന് അങ്ങനെ കളിക്കാൻ ആൾക്കാരെല്ലാം കിട്ടി. ഇതാ ബാഡ്മിൻ്റൺ കളിക്കാനുണ്ട് ഇവരിവിടുന്ന്. ആർക്കും ഇവിടുന്ന് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. കളിയോട് കളിയാ. ഇന്നലെ ബാഡ്മിൻ്റണിൽ ആരും കളിക്കാനുണ്ടായിരുന്നില്ല. ഇന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. എന്താ കഴിച്ചു? ബോറാ? എന്താ അടിക്കുന്നത്? ബോറടിക്കുന്നതാ? ഇവിടുന്നാ? കാലുവേദന ശരിയാവും. അമ്മേനെ കാണിക്കുക. അമ്മ മരുന്ന് വെച്ച് തരും. അമ്മേൻ്റെ അടുത്ത് പോ. 2 ദിവസത്തെ പാംഗുരുവിലെ സ്റ്റേ അടിപൊളിയായിരുന്നു. നമ്മൾ എന്താ പറയുക 2 ദിവസം പോയതറിഞ്ഞില്ല. അപ്പം പോകുമ്പം ശരിക്കും നമ്മൾ ഈ സ്ഥലങ്ങളും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അനന്തര ഒരു ½ ആൻ അവറിൽ നമ്മളിവിടുന്ന് ഇറങ്ങും. അങ്ങനെ നമ്മൾ പാംഗ്രൂ വില്ലാസിൽ നിന്ന് ഇറങ്ങുകയാണ്. 2 ദിവസത്തെ ഇവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. നല്ല സ്ഥലം. പിന്നെ ഇത് ബാഗെല്ലാം റെഡിയാണ്. നമ്മളെല്ലാം പാക്ക് ചെയ്തു തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പോൾ പിന്നെ നമ്മളിവിടുന്ന് നേരെ മരടിലുള്ള മഹീന്ദ്ര സർവീസ് സെൻറ്ററിൽ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകണം. നമ്മളിവിടുന്ന് ഒരു ടാക്സി പിടിക്കുന്നു. മഹീന്ദ്രയിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മളെ വണ്ടി പിക്ക് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം അതിലേക്ക് മാറ്റി നമ്മൾ നെക്സ്റ്റ് കോയമ്പത്തൂരേക്ക് മൂവ് ചെയ്യുകയാണ്. വണ്ടി ബുക്ക് ചെയ്തു, വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ വീഡിയോയിലൊക്കെ നമ്മൾ പാംഗ്രൂ വില്ലാസിൻ്റെ കാണിച്ചു തന്നു. ഇതാണ് ഇവിടുത്തെ സ്റ്റേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ മതി. എടപ്പള്ളിയിലെ പാംഗ്രൂ സർവീസ് വില്ലാസ് എന്ന് അടിച്ചാൽ മതി. പാംഗ്രൂ സർവീസ് വില്ല. അപ്പോൾ അതടിച്ചാൽ കാണും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അടുത്താണ്. ലുലു മാളൊക്കെ വാക്കബിൾ ഡിസ്റ്റൻസിലേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പള്ളിയാണെങ്കിലും ഇതിൻ്റെ ഒരു റോഡ് നമ്മൾ ഈ ക്രോസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്ത് പോയാൽ തന്നെ മൊത്തം സിറ്റിയാണ്. മൊത്തം വണ്ടിയും ഇത് തിരക്കും. അപ്പം തിരക്കൊന്നും ഇല്ലാത്ത നല്ല കാമൻ ക്വയറ്റായ നല്ല പ്രകൃതിയോട് ഇണങ്ങിയ ഒരു നല്ല സ്റ്റേ ആണിത്. അതുകൊണ്ട് ആർക്കും പ്രിഫർ ചെയ്യുക. നമ്മളിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ ഇതന്നെയായിരിക്കും പ്രിഫർ ചെയ്യുക. കുട്ടികൾക്കാണെങ്കിലും എൻജോയ് ചെയ്യുക. നമ്മളൊരു നാട്ടിലൊക്കെ പോയാലില്ലേ ഒരു ഗ്രാമങ്ങളിൽ എങ്ങനെയാണെന്നില്ല എന്നുള്ളൊരു കൊച്ചു ഗ്രാമം പോലെ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അപ്പം എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മഹീന്ദ്രൻ്റെ സർവീസ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഷോറൂമാണ് സർവീസ്. ഷോറൂം സർവീസുള്ള ഒരു സ്ഥലത്തായിരിക്കും അല്ലേ അത്? ഓക്കെ. അപ്പോൾ വണ്ടി റെഡിയായത്? വണ്ടി റെഡിയായെന്ന് പറഞ്ഞു. ഇന്ന് രാവിലത്തേക്ക് റെഡിയായി. ഇന്നലെ പൂജയല്ലേ, അതുകൊണ്ടല്ലേ പണി കിട്ടിയത്. അത് ഡിസ്കിൻ്റെ ബ്രേക്ക് ഇതായതാ. ഡിസ്കും പോയിന്, 2 ഡിസ്കും പോയിന്ന് പറഞ്ഞു ഫ്രണ്ടിലെ. അതെന്താന്ന് പറയാൻ ഐഡിയ ഇല്ല. അവന്മാർ മാറ്റി. അല്ല ഇപ്പം ഞാൻ മേടിക്കും. ഞാൻ അവിടെ പോയിട്ട് പഴയ ഡിസ്ക് മേടിക്കുമല്ലോ. അത് അവിടെ പോയിട്ടാകുമ്പോൾ ഇപ്പോൾ ഒരു യുദ്ധമുണ്ട്. ആയില്ലേ?
അങ്ങനെ നമ്മൾ പാംഗ്രൂ വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി എപ്പോഴെങ്കിലും വരുമ്പം ഈ വഴി വരാം. ഏതായാലും അടിപൊളിയായിരുന്നു ഇവിടുത്തെ സ്റ്റേ. കൊതു പക്ഷെ ഉള്ളിലില്ലല്ലോ. കൊതു ഉണ്ടായിരുന്നു, പക്ഷെ കൊതു പുറത്ത്. നമ്മൾ കണ്ണൂരാണ് നമ്മളെ സ്ഥലം. നമ്മള് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അവിടെ സെറ്റിൽഡാ. അതെ അതെ അതെ. ഇതിലെ എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. ഇവിടെ ഒരു മന്നത്ത് പത്മനാഭന്റെ ഒരു വലിയ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഓ അത്യാവശ്യം കറക്റ്റ്. ആ പള്ളി നമ്മൾ രാത്രി പോയായിരുന്നു. പക്ഷേ നല്ല അടിപൊളി പള്ളിയാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ. ഇവിടെ പള്ളി പെരുന്നാളിലുള്ള ഒരു ഉത്സവമായിരിക്കും അല്ലേ? എന്തായാലും വലിയ പള്ളിയായിരുന്നു. നോക്കിയേ നമ്മളെ നല്ല പള്ളി. അതാ അടിപൊളി എടപ്പള്ളി പള്ളി. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ പള്ളിക്ക്? എടപ്പള്ളി തന്നെ, എടപ്പള്ളി പള്ളി തന്നെ അല്ലേ? അടിപൊളി പള്ളിയായിരുന്നു. അത് കണ്ട ഇവിടെ ഇപ്പൊ ട്രാഫിക്കല്ലേ, ആൾക്കാർക്കെല്ലാം ഭയങ്കര പേടിയാ. കുട്ടികളെയും കൂടി ഫ്രണ്ടിൽ ഇരുത്താൻ ഡ്രൈവറൊന്നും വിടുന്നില്ല. എന്താ വെച്ചാൽ ക്യാമറ ഡിറ്റക്ട് ചെയ്തിട്ട് വരുന്ന പറയുന്നത്. അങ്ങനെ നമ്മൾ മഹീന്ദ്രേൻ്റെ അടുത്ത് എത്താനായി. ഇത് ആലപ്പുഴ നാഷണൽ ഹൈവേ. നേരെ ഇവിടുന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് ഇതാ മഹീന്ദ്ര അവിടെയുണ്ട്. മഹീന്ദ്രയും മാരുതിയും എല്ലാ ഓട്ടോമൊബൈൽസും നിയർ ബൈ തന്നെ ഉണ്ട്. ഇത് നമ്മൾ റോയൽ ഡ്രൈവ് ആണ്. മുകളിൽ കണ്ട റോയൽ ഡ്രൈവ്. ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. കാലിക്കറ്റൊക്കെ യൂസ്ഡ് കാർ ഷോറൂമാണ്. നല്ല എന്താ പറയുക, പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂമാണ് ഇവരത്. സാധാരണ കണ്ട ബെൻസും ഓഡിയും എല്ലാം ചെറിയ പൈസക്ക് മേടിക്കണ്ടെങ്കിൽ അവിടെ പോയാൽ മതി. റേഞ്ച് റോവറും ഞാനെല്ലാം മേടിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ യൂസ്ഡ് കാറിലേ മേടിക്കുള്ളൂ. വില്ല വണ്ടി ചെറിയ പൈസക്ക് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ മഹീന്ദ്രയിൽ അതാന്ന് പറയും ലാൻഡ് റോവർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വലിയ ബസ് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ മഹീന്ദ്രയിൽ എത്തി. ഇതാണ് മഹീന്ദ്ര വയലറ്റ് ഓട്ടോമൊബൈൽസ്. ഇത് മരടിലെ മഹീന്ദ്രൻ്റെ ഷോറൂമാണ്, സർവീസ് സെൻ്ററാണ്. കിച്ചോടൊക്കെ ഇവിടെ വെക്കുന്നില്ല. ഇവരെ എൻട്രി എവിടെയാ ശരിക്കും? എത്തി എല്ലാം സൈഡ് ആക്കണം. എവിടെയാന്ന് ഇവരെ എൻട്രി ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം മണ്ണാണ്. ഇവിടെ വെക്കും. ഇതിൽ വണ്ടി എടുക്കുന്നതല്ലേ? ദേവ് ഒരു മിനിറ്റ്. അയ്യോ അവിടെയും വെക്കാൻ കഴിയില്ല, ഇവിടെയും വെക്കാൻ കഴിയില്ല. മൊത്തം മണ്ണുണ്ടല്ലോ. മീരെ ഇവിടെയെല്ലാം മണ്ണാണെന്നുള്ളടേ. നമുക്ക് തൽക്കാലം ഇതിൻ്റെ ബാക്കിൽ ഇവിടെ തന്നെ വെക്കാം. ഇവിടെ വെക്കാം. ഇല്ല, എടുക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവുമല്ലോ, കാണുമല്ലോ. എവിടെ? അവിടെ മണ്ണുണ്ടായിരുന്നേ. നമ്മൾ പിന്നെ മൂവ് ചെയ്യാം. കഷ്ടപ്പാട് മഹീന്ദ്ര കാണണ്ടേ മോനെ? എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. നമ്മളിതാ ഒരു വണ്ടി പ്രോബ്ലം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പാട് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സിരീഷ് ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് സിറ്റി തന്നെ പറയുള്ളൂ. നമ്മളവിടെ ചെക്ക് ചെയ്ത് അവർ ഓക്കെ പെർഫെക്റ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയത്. എന്നിട്ടാണ് നമ്മൾ അങ്കമാലിയിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നമ്മളുടെ എല്ലാ പ്രോബ്ലം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. കൗണ്ട് ചെയ്തിട്ടില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14-ാമത്തേതാ? അതെണ്ണി. മാറി എനിക്കൊന്ന് സർവീസ് എവിടെയാന്ന് പോണ്ടേ? എവിടെയാ ദേവാ? നമ്മളെ വണ്ടി എവിടെയാ ഇല്ലെന്ന് അറിയില്ല. നമുക്ക് നോക്കാമല്ലോ വണ്ടി എവിടെയാ ഇല്ലെന്ന്. കിച്ചു, നമ്മളെ വണ്ടി എവിടെയാ? അതെ ഈ വണ്ടിയാ.
നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. അങ്ങനെ വണ്ടി ശരിയായി എന്നാണ് പറയുന്നത്. ഇതാ ഫ്രണ്ട് ടയറിൻ്റെ, ഇതിൻ്റെ അവർ പറഞ്ഞിരിക്കുന്ന ഫോണിൽ പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട് ടയറിൻ്റെ 2 ഡിസ്കുമാണ് പോയിരിക്കുന്നത്. 2 ഡിസ്കും പോയിന്, ബ്രേക്ക് പാഡും പോയിന്. ഇത് ഇത്രയും പ്രോബ്ലമായിട്ട് നമ്മൾ അങ്ങനെ വരുമ്പോൾ അവർക്കത് നോക്കിയിട്ട് അവിടുന്ന് മനസ്സിലായിട്ടില്ല പ്രോബ്ലം എന്താണെന്ന്. എന്നിട്ടാണ് ഇപ്പോൾ 8ൻ്റെ പണി നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏതായാലും വണ്ടി ഇടിയുണ്ട്, നമുക്ക് പിന്നെ അവരെ കാണാം. കിട്ടിയിട്ടുണ്ട്. ഇതാണ് മാറ്റിയിരിക്കുന്നത്, ഫ്രണ്ടിലെ 2 ഡിസ്കും പിന്നെ ബ്രേക്ക് പാഡും അതുമാണ് മാറ്റിയത്. ഇതെല്ലാം പോയി എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ സാധനം തിരിച്ചെടുത്തു. നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് സർവീസ് സെൻറ്ററിൽ പോയിട്ട് പറയണമല്ലോ, അവന്മാരിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഈ പണി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി, മൊത്തം ബില്ലായി 12,380 റുപ്പീസായി ടോട്ടൽ ബില്ല്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി എടുക്കുന്നു, വേഗം സ്ഥലം കാലിയാക്കുന്നു. അടുത്തത് കോയമ്പത്തൂരേക്ക്. ഓക്കെ മറ ലഗേജ് എല്ലാം കയറ്റണം ഇനി അവിടെ നിന്ന് പോയിട്ട് തിരിച്ചിട്ട്. ഓക്കെ പോവാം. അങ്ങനെ നമ്മൾ വണ്ടി കിട്ടി, റെഡി ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം മെയിൽ അയക്കേണ്ടതെല്ലാം നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് ചെയ്യാം. ഏതായാലും വണ്ടി കിട്ടിയല്ലോ, സാധനം മാറ്റേണ്ടത് മാറ്റി, സ്പെയർ മാറ്റിയതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നും അവിടെ വിട്ടില്ല. ഇത് നമ്മൾ ലഗേജ് എല്ലാം ഇനി കയറ്റണം. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂരേക്ക്. നമ്മളെ വണ്ടി വന്നു, ഇനി നമ്മളെ ബാഗ് പാക്ക് ചെയ്യണം. നമ്മളെ ബാഗ് പാക്ക് ചെയ്യണം. സ്റ്റാർട്ടാക്കില്ല, വലിയ ബാഗുണ്ട്, അത് അടിയിൽ വെക്കാം. ഇതിന്റെ മുഖത്തിൻ്റെ ഉണ്ട്, അത് ഒന്നിക്കൽ എടുത്തിട്ട് വണ്ടിന്റെ ഉള്ളിലിടാം, സീറ്റിന്റെ അടിയിൽ വെക്കാം. ഇല്ല സാധനം നോക്കിയേ, ഇതാ മാറ്റിയേ. ആ 2 വെക്കാൻ പറ്റൂല. സ്പീക്കറാ ഓഫാക്കാം. അങ്ങനെ നമ്മളെ വണ്ടി കിട്ടി. നമ്മൾ വണ്ടി കിട്ടിയിട്ട് ഇവിടുന്ന് റൈറ്റ് കയറണം. 1 മിനിറ്റ്. വണ്ടി കിട്ടി, നമ്മൾ നേരെ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലേക്ക് ഇനി പോകണം. അതിനിടയ്ക്ക് ഡീസൽ ഓടിക്കണം, കാറ്റ് ഓടിക്കണം. അത് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി കാറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതിന്. അതുകൊണ്ട് നമുക്കൊന്ന് ഇതിടാം, GPS ഇട്ടിട്ടാകുമ്പം വിൽ കണ്ടിന്യൂ അവർ ജേണി. ഓക്കേ.